സന്ധ്യാസമയം നിമിഷ അവളുടെ ഭാവി വരനായ രഞ്ജിത്തുമായി ഫോൺ കോളിലായിരുന്നു. എന്തോ ഫോൺ വെക്കാൻ തോന്നുന്നേയില്ല നിമിഷ. എത്ര സംസാരിച്ചിട്ടും മതിയാകാത്ത പോലെ രഞ്ജിത്ത് അവളോട് പറഞ്ഞു. നിമിഷ അപ്പോൾ ഒന്ന് ചിരിച്ചു. രഞ്ജിത്ത് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചതായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ശരിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നുമില്ല. ദൈവാധീനം പോലെ തന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മനസ്സിൽ നിന്ന് തൻ്റെ മുഖം മായുന്നില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും തോന്നുന്ന പോലെ രഞ്ജിത്ത് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ നിമിഷയുടെ ഹൃദയവും അവനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഫോൺ കോളിനിടയിൽ പെട്ടെന്നാണ് അവളുടെ അമ്മ അടുക്കളയിലേക്ക് കയറി വന്നത്. ഏട്ടാ, അമ്മ വരുന്നുണ്ട് കേട്ടോ, ഞാൻ രാത്രി കിടക്കാൻ നേരം വിളിക്കാം, നിമിഷ സൗമ്യമായി അവനോട് പറഞ്ഞു. ശരി, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വിളിക്കു കേട്ടോ, ഞാൻ കാത്തിരിക്കും, രഞ്ജിത്ത് സ്നേഹത്തോടെ പറഞ്ഞു ഫോൺ വെച്ചു. അപ്പോഴാണ് അമ്മ അങ്ങോട്ടെത്തിയത്. അപ്പോളേക്കും അടുപ്പിൽ വെച്ച പാല് മുഴുവൻ തിളച്ചു തൂവി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തായി കാണിക്കുന്നത് കുട്ടി? അടുപ്പത്ത് വെച്ച പാല് തിളച്ചു തൂവുന്നത് നീ അറിയുന്നില്ലേ? പകൽക്കിനാവ് കാണുകയാണോ നീ? അമ്മ വേഗത്തിൽ അടുപ്പിനടുത്തേക്ക് ഓടി വന്ന് ഗ്യാസ് ഓഫാക്കി നിമിഷയോട് പറഞ്ഞു. 3 മാസം കൂടി കഴിഞ്ഞാൽ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കേണ്ട പെൺകുട്ടിയാ. അടുക്കളപ്പണി ഒരു വകയെ അറിയില്ല. ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ? ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പെണ്ണി ലോകത്തൊന്നുമല്ല. പോ അപ്പുറത്ത്. അമ്മ ദേഷ്യപ്പെട്ട് പറയുന്നത് ഒരു ചമ്മിയ മുഖഭാവത്തോടെ അവൾ കേട്ടുനിന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്. ഈയിടെയായി അവളുടെ മനസ്സ് ഈ ലോകത്തൊന്നുമായിരുന്നില്ല. എപ്പോഴും രഞ്ജിത്തിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിമിഷ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളുടെ മൂത്തതൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 4 വർഷം കഴിഞ്ഞു. ചേച്ചിയുടെ കല്യാണത്തോടെ തന്നെ അവളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറച്ചധികം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷയ്ക്ക് വിദ്യാഭ്യാസം ഡിഗ്രി പാതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് നിവർത്തിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൗണിൽ ഒരു ലോണിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോകുകയാണ്. അത്യാവശ്യം സാലറി കിട്ടുന്നത് കൊണ്ട് അച്ഛനൊരു താങ്ങാകാൻ അവൾക്കാകുന്നുണ്ട്. അതിനിടയിലാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ വിവാഹാലോചന നിമിഷയ്ക്ക് വന്നത്. വീടിനടുത്തുള്ള ബ്രോക്കർ മുഖാന്തരമാണ് ആലോചന വന്നത്. കുറച്ച് അകലെ നിന്നാണ്. 2 മക്കളിൽ മൂത്തവനാണ്. അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അമ്മയേ ഉള്ളൂ. കുട്ടിയെ അവർ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ബ്രോക്കർ ചോദിച്ചപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് അവളുടെ അച്ഛനും കരുതി. അങ്ങനെയാണ് രഞ്ജിത്ത് നിമിഷയെ പെണ്ണ് കാണാൻ വരുന്നത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയും സൗമ്യതയും എളിമയും സ്വഭാവശുദ്ധിയും ഒക്കെയുള്ള നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു രഞ്ജിത്ത്. നിമിഷയും അതെ, ആർക്കും കണ്ടാൽ കുറ്റം പറയാനില്ലാത്ത വളരെ നല്ലൊരു പാവം പെൺകുട്ടി. വന്നു കണ്ടപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ തരക്കേടില്ലാത്ത ബന്ധമാണ്. രഞ്ജിത്ത് ടൗണിലെ പേരുകേട്ട ഒരു ഹോസ്പിറ്റലിൽ HR മാനേജറാണ്. തൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും ബാധ്യതയും എല്ലാം നന്നായി അറിയുന്ന നിമിഷ ചെക്കനെ ഇഷ്ടമായെങ്കിലും ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കല്യാണത്തിൽ നിന്നും പിന്തിരിയുവാൻ വീട്ടുകാരെ ഒരുപാട് നിർബന്ധിച്ചു. എന്നാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള ഏതൊരച്ഛനമ്മമാർക്കും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ആദിയാണ്. മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതുവരെ ആ ആദി അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെങ്കിലും മോൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാമെന്ന് നിമിഷയുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ രഞ്ജിത്തിൻ്റെയും അവളുടെയും വിവാഹമുറച്ചു. വിവാഹമുറപ്പിച്ചു കഴിഞ്ഞ ശേഷം രഞ്ജിത്ത് ഫോണിൽ വിളിക്കാൻ തുടങ്ങിയപ്പോൾ രഞ്ജിത്തും അവളും തമ്മിൽ സംസാരിച്ചു തുടങ്ങി. ആ ഫോൺ കോളുകൾ അവരെ 2 പേരെയും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ വല്ലാതെ അടുപ്പിച്ചു. രഞ്ജിത്ത് എന്ന ആളെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയായിരുന്നു. അവൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും സംസാരശൈലി കൊണ്ടുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് അവൻ തൻ്റെ സ്വന്തമായ പോലെ തോന്നി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രഞ്ജിത്തിൻ്റെയും നിമിഷയുടെയും വിവാഹത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി. കല്യാണത്തിന് ദിവസങ്ങൾ അടുക്കുന്തോറും തൻ്റെ വീട്ടുകാരുടെ ആദി നിമിഷയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. വിവാഹം നടത്തുന്നതിനെ പറ്റി രാത്രിയിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരം വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പതിവാണ്. പറയുമ്പോഴൊക്കെ അവളുടെ അമ്മയുടെ കണ്ണുകൾ തനിയെ നിറയുമായിരുന്നു. ഈശ്വര, ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അമ്മയും അച്ഛനും കരഞ്ഞു പറയുന്നത് നിമിഷ പലപ്പോഴും കേട്ടിട്ടുണ്ട്.
അങ്ങനെയിരിക്കെ കല്യാണത്തോടടുത്ത ഒരു ദിവസം അച്ഛൻ ഉച്ചയ്ക്ക് പുറത്തു പോയി വന്നപ്പോൾ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. പോയ കാര്യം എന്തായി? എന്തെങ്കിലും ശരിയായോ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അടുക്കളമുറ്റത്തുണ്ടായിരുന്ന നിമിഷ അങ്ങോട്ടൊന്ന് കാതുകൂർപ്പിച്ചു. എന്നാൽ അച്ഛൻ്റെ മറുപടിയൊന്നും അപ്പോൾ കേട്ടതുമില്ല. അല്പം താമസിച്ചാണ് അച്ഛൻ്റെ ശബ്ദം അവൾ കേട്ടത്. ഇല്ല, ഒന്നും നടന്നില്ല. വെറുതെ കുറെ അലഞ്ഞതു മിച്ചം. നമ്മൾ ചോദിച്ച പൈസയൊന്നും അത്ര ദിവസം അവധിയിൽ അയാൾക്ക് തരാൻ കഴിയില്ലത്രേ. അച്ഛൻ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അപ്പോൾ ഇനി എന്തു ചെയ്യും? അവസ്ഥ ഇതാണെന്നും കല്യാണക്കാര്യമാണെന്നുമൊക്കെ കാര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കൂടായിരുന്നോ? അമ്മ അച്ഛനോട് വീണ്ടും ചോദിച്ചു. പറഞ്ഞു നോക്കി, ഒരുപാട് പറഞ്ഞു നോക്കി. അയാളുടെ കാല് വരെ പിടിച്ചു. പക്ഷേ നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? നോക്കട്ടെ, എന്തേലും ഒരു വഴി ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. 2-3 പേരോടുകൂടി അന്വേഷിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് ചെക്കൻ്റെ വീട്ടുകാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ അവളെ പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. ആ വീട്ടുകാരുടെ ഇടയിൽ അവൾക്കതൊരു മോശമല്ലേ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എൻ്റെ കുട്ടീൻ്റെ കാര്യം നടക്കണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോഴുള്ളൂ. ഒന്നുമില്ലാതെ കുട്ടീനെ ഇറക്കി വിടാൻ പറ്റില്ലാലോ. അച്ഛൻ വിഷമത്തോടെ പറഞ്ഞു നിർത്തി. അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേട്ടുനിന്ന നിമിഷയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. അച്ഛൻ തനിക്കൊരു ജീവിതമുണ്ടായി കാണുവാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു തുടങ്ങി. പക്ഷേ അവൾക്ക് എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇതിൽ നിന്നും പിന്മാറിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് എന്ന ആളുമായി താൻ ഒരിക്കലും അടുക്കില്ലായിരുന്നു. ഒന്ന് കണ്ടപ്പോൾ തന്നെ മറന്നേനെ. ഇതിപ്പോൾ ആണെങ്കിൽ രഞ്ജിത്തേട്ടനുമായി മനസ്സുകൊണ്ട് പിരിയാൻ പറ്റാത്ത വിധം അത്രയ്ക്കും അടുത്തു പോയിരിക്കുന്നു. ഇനി കല്യാണം നടന്നില്ലെങ്കിൽ രഞ്ജിത്തേട്ടനെ തനിക്ക് മറക്കാനാവില്ല. ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനുമാകില്ല. എന്നാൽ അച്ഛൻ്റെ സങ്കടം കണ്ടു നിൽക്കാനും വയ്യ. നിമിഷയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. അവൾ ചെന്ന് തൻ്റെ മുറിയിലെ മേശയിൽ നിന്നും അവളുടെ ഒരു ഡയറി എടുത്തു. അതിൽ രഞ്ജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ നേർത്ത വിരലുകൾ കൊണ്ട് ആ ഫോട്ടോയിൽ ഒന്ന് തലോടി. കൈകൾ വിറയ്ക്കുന്നതിനൊപ്പം അവളുടെ മനസ്സും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ പിടയുകയായിരുന്നു. അവൾക്ക് അവളുടെ കരച്ചിലിനെ അടക്കി വെക്കാനായില്ല. മനസ്സിലെ സങ്കടം വലിയൊരു കരച്ചിലായി പുറത്തേക്ക് വന്നു. അവളുടെ ശബ്ദം വല്ലാതെ ഇടറി. ഇനി എന്തു ചെയ്യും ഈശ്വരാ? തൻ്റെ മുറിയിലെ കട്ടിലിലിരുന്ന് അവൾ മനസ്സിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോളാണ് അച്ഛൻ അങ്ങോട്ട് കടന്നു വന്നത്. അച്ഛനെ കണ്ടതും നിമിഷ വേഗം കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു. അച്ഛൻ്റെ മുഖം അപ്പോൾ വല്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. അവളോട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അച്ഛൻ അപ്പോൾ. എന്താ അച്ഛാ? അച്ഛൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അച്ഛൻ തന്നോട് എന്തോ പറയാൻ വന്നതാണെന്നും അത് പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിമിഷ അങ്ങോട്ട് ചോദിച്ചു. അത് മോളെ. അയാൾ എന്തു പറയണമെന്നറിയാതെ ഒന്ന് തപ്പി കളിച്ചു. എന്താ അച്ഛാ? എന്താണെങ്കിലും പറഞ്ഞോളൂ. നിമിഷയുടെ ശബ്ദം ശാന്തമായിരുന്നു. അത് മോളെ, അച്ഛൻ പറയുന്നത് കൊണ്ട് അച്ഛൻ്റെ കുട്ടി ഒന്നും വിചാരിക്കരുത്. ചേച്ചിയുടെ കല്യാണ സമയത്ത് നമുക്ക് സ്വർണം വാങ്ങിക്കാൻ പണയപ്പെടുത്താൻ വീടിൻ്റെ ആധാരമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പണയത്തിലാണെന്ന് മോൾക്ക് തന്നെ അറിയാമല്ലോ. ലോണിൻ്റെ പലിശ കുറേ അടയ്ക്കാൻ കിടപ്പുള്ളതുകൊണ്ട് ബാങ്കിൽ നിന്നും ഇനി ലോൺ കൂട്ടിയെടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. സ്വർണമെടുക്കാൻ പൈസ റോൾ ചെയ്യാൻ വേണ്ടി അച്ഛൻ ചില ആളുകളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പലിശയ്ക്ക് പൈസ എടുത്തിട്ട് വിവാഹ പാർട്ടി കഴിഞ്ഞിട്ട് അത് കൊടുക്കാമെന്നാ കരുതിയത്. പക്ഷേ വിചാരിച്ചെടുത്ത് നിന്നൊന്നും പണം കിട്ടിയില്ല. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയാമായിരുന്നെങ്കിലും അച്ഛൻ എന്താണ് മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ നിമിഷ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് സഹതാപത്തോടെ നോക്കി. അച്ഛൻ പിന്നീട് എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചായാലും മോൾക്ക് തരാനുള്ളത് തരും. എന്നാൽ ഇപ്പോൾ അച്ഛൻ വിചാരിച്ചതൊന്നും മോൾക്ക് തരാൻ നിവർത്തിയില്ല. കുട്ടിക്ക് അച്ഛനോട് ദേഷ്യമൊന്നും തോന്നരുത്. ചേച്ചിക്ക് കൊടുത്തിട്ട് മോൾക്ക് തന്നില്ലെന്നും കരുതരുത്. മോളൊന്ന് ഫോണിൽ അച്ഛന് രഞ്ജിത്തിനെ വിളിച്ചു തരാമോ? അച്ഛൻ അവനോടൊന്ന് സംസാരിക്കാം. ബന്ധുക്കാരൊക്കെ കൂടി തരാമെന്ന് പറഞ്ഞ കുറച്ച് സ്വർണമുണ്ടല്ലോ, അത് മോളുടെ കയ്യിലും കഴുത്തിലുമൊക്കെയായി അച്ഛൻ ഇട്ട് തരാം. പിന്നെ അച്ഛനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു 2 പവനും കൂടെ അച്ഛൻ വാങ്ങിച്ചു തരാം. അതിൽ കൂടുതലൊന്നും ഇപ്പം നടക്കില്ല കുട്ടിയെ.
അച്ഛൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. അച്ഛൻ അത് പറഞ്ഞപ്പോൾ നിമിഷ ഒന്നും പറയാതെ അച്ഛനെ തന്നെ നോക്കി. ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു കല്യാണം വേണമോ എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. പക്ഷേ രഞ്ജിത്തിൻ്റെ ചിരിക്കുന്ന മുഖം ഓർക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. സാരമില്ല അച്ഛാ, ഏട്ടനിപ്പോൾ എന്തേലും തിരക്കിലായിരിക്കും. ഞാൻ അച്ഛന് രാത്രിയിൽ വിളിച്ചു തരാം. അല്ലെങ്കിൽ അച്ഛൻ ഏട്ടനോട് അങ്ങനെയൊന്നും പറയണമെന്നില്ല. ഞാൻ സംസാരിച്ചോളാം, നിമിഷ പറഞ്ഞു. അത് വേണ്ട, കുട്ടിയായിട്ടൊന്നും പറയണ്ട, അച്ഛൻ പറയാം. ഒന്നും വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്കേണ്ട മര്യാദ നമുക്കുണ്ടല്ലോ. അച്ഛൻ സംസാരിച്ചോളാം. അവൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമെന്ന അച്ഛന് തോന്നുന്നത്, അച്ഛൻ നിമിഷയോട് പറഞ്ഞു. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാ, ഒന്നും സാരമില്ല. ഞാൻ ഏട്ടൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു തരാം, നിമിഷ അച്ഛനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ശരി, മോളൊന്നും വിചാരിക്കല്ലേ, അച്ഛനോടൊന്നും തോന്നല്ലേ. അയാൾ അത് പറഞ്ഞ് കണ്ണ് നിറച്ചുകൊണ്ട് മെല്ലെ അവളുടെ റൂമിൽ നിന്നും തിരിഞ്ഞു നടന്നു. അച്ഛൻ്റെ ദയനീയാവസ്ഥ കണ്ട് വിഷമം തോന്നിയ നിമിഷ ഒന്നും ചെയ്യാനാവാതെ കട്ടിലിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് രഞ്ജിത്തിൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് എത്തിയത്. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അതിൽ രഞ്ജിത്തിൻ്റെ നമ്പർ തെളിഞ്ഞു കണ്ടു. ഒരു നിമിഷം ഫോൺ എടുക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചെങ്കിലും അവൻ്റെ കോൾ കണ്ടപ്പോൾ അവൾക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അവൾ മെല്ലെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ നിമിഷ, താൻ എന്തെടുക്കുകയായിരുന്നു? അവിടുത്തെ കല്യാണത്തിരക്കൊക്കെ എന്തായി? രാവിലെ കുറച്ച് തിരക്കിലായതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. അപ്പുറത്തു നിന്ന് രഞ്ജിത്തിൻ്റെ സൗമ്യമായ ശബ്ദം അവൾ കേട്ടു. എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ ആളെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പൊന്നിനും പണത്തിനും വേണ്ടി കൊല്ലാക്കൊല്ല നടക്കുന്ന കാലമാണ്. സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ എത്ര പെൺകുട്ടികളുടെ ജീവൻ പോയതായി കേൾക്കുന്നു. ഇവിടെ നിന്നും ഒന്നും കിട്ടില്ലെന്നറിയുമ്പോൾ ഏട്ടൻ എന്നോടുള്ള ഇഷ്ടം കുറയുമോ? അല്ലെങ്കിലും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഏട്ടൻ കല്യാണത്തിന് സമ്മതിച്ചത്. അച്ഛൻ പറഞ്ഞ കാര്യം ഏട്ടനോട് പറഞ്ഞാലോ? നിമിഷ മനസ്സിലോർത്തു. അപ്പോൾ ഇപ്പുറത്തു നിന്ന് നിമിഷയുടെ സംസാരമൊന്നും കേൾക്കാതെ ആയപ്പോൾ രഞ്ജിത്ത് വീണ്ടും ചോദിച്ചു. എന്താ നിമിഷ, ഞാൻ പറയുന്നത് താൻ കേൾക്കുന്നില്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ലേ? അത് ഏട്ടാ, അവളുടെ ശബ്ദം വല്ലാതെ ഇടറി. എന്താടോ, തനിക്ക് സുഖമില്ലേ? അവളുടെ പതിഞ്ഞ ശബ്ദം കേട്ടപ്പോൾ രഞ്ജിത്തിന് പെട്ടെന്ന് വല്ലാതെയായി. അതേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, നിമിഷ വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്തുപറ്റി? തനിക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? രഞ്ജിത്ത് അപ്പുറത്തു നിന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. അതല്ല ഏട്ടാ, ഞാൻ പറയുന്നത് കൊണ്ട് ഏട്ടനൊന്നും തോന്നരുത്. അച്ഛൻ നേരത്തെ മുറിയിൽ വന്നിരുന്നു. ഏട്ടനെ ഒന്ന് ഫോൺ വിളിച്ച് തരാമോ എന്ന് ചോദിച്ചു, അവൾ പറഞ്ഞു. നിമിഷയുടെ സംസാരത്തിന് എന്തോ ഒരു വല്ലായ്മ രഞ്ജിത്തിന് തോന്നി. അപ്പുറത്ത് അവൻ ആകെ ടെൻഷനായിട്ടുണ്ടായിരുന്നു. എന്താടോ കാര്യം? താൻ എന്താണെങ്കിലും പറ, അവൻ നിർബന്ധിച്ചു. അവൾ അപ്പോൾ വിറയലോടെ ഒരു വിധത്തിൽ രഞ്ജിത്തിനോട് കാര്യം പറഞ്ഞൊപ്പിച്ചു. എന്നാൽ അവൾ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന് ആശ്വാസമാവുകയാണ് ചെയ്തത്. ഹോ, ഇതായിരുന്നോ കാര്യം? കുറച്ചു നേരം കൊണ്ട് നീ എന്നെ വല്ലാതെ ടെൻഷനാക്കിയല്ലോ. ഈ കാര്യം പറയാനാണോ താൻ ഇത്ര പേടിച്ചത്? ഞാൻ കരുതി വല്ല പാരകളും കല്യാണം മുടക്കിയെന്ന്. ദേ, ഇവിടെ അടുത്ത എൻ്റെ കൂടെ പഠിച്ചൊരുത്തൻ്റെ കല്യാണം ഡേറ്റിന് ഒരാഴ്ച മുൻപാ മുടങ്ങിപ്പോയത്. നമ്മുടെ നാട്ടുകാരല്ലേ, പാരവെപ്പിന് കുറവൊന്നുമില്ലല്ലോ. ഞാൻ കരുതി അങ്ങനെ വല്ല പാരയും വന്നിട്ട് നിങ്ങൾക്ക് വിവാഹത്തിന് സമ്മതക്കുറവോ മറ്റോ ഉണ്ടെന്ന്. ഇതായിരുന്നോ കാര്യം? അപ്പുറത്തു നിന്ന് രഞ്ജിത്തിൻ്റെ ആശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ നിമിഷയ്ക്ക് തന്നെ അത്ഭുതം തോന്നി. ഏട്ടാ, ഞാൻ ഒന്നുമില്ലാതെ കയറി വരുന്നതിൽ ഏട്ടൻ അപ്പോൾ ഒരു കുഴപ്പവുമില്ലേ? സ്വന്തക്കാരൊക്കെ കൂടെ തരാമെന്ന് പറഞ്ഞ കുറച്ച് സ്വർണമുണ്ട്. അതല്ലാതെ മറ്റൊന്നും തരാനിപ്പോൾ അച്ഛൻ ആവതിയില്ലാഞ്ഞിട്ടാ. നിമിഷ അത് പറയുമ്പോൾ രഞ്ജിത്ത് അപ്പുറത്ത് ചിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു നിമിഷ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാൻ പൊന്നിനും പണത്തിനും വേണ്ടി പെണ്ണ് കാണാൻ വന്ന ഒരുത്തനാണെന്നോ? അല്ലെങ്കിൽ അതിനുവേണ്ടി കല്യാണം കഴിക്കാൻ നിൽക്കുന്നവനാണെന്നോ? എൻ്റെ മോളെ, ഇപ്പോൾ ഒരു നുള്ളു സ്വർണം കിട്ടണമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ തടി എത്രമാത്രം വിയർപ്പിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പൊന്നിന് ഇപ്പോൾ വില 60,000 കഴിഞ്ഞു. നീ ഇപ്പോൾ പറഞ്ഞല്ലോ സ്വന്തക്കാർ തരാമെന്ന് പറഞ്ഞ കുറച്ച് സ്വർണമേ ഉള്ളൂ എന്ന്. എന്നാൽ അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആ സ്വർണം എടുത്ത് അച്ഛന് കൊടുത്തിട്ട് ഇപ്പോൾ ഉള്ള കടം വീട്ടിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറയ്. നിന്നെ ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കാൻ എനിക്കൊരു ജോലിയുണ്ട്.
പിന്നെ കയ്യിലും കൈത്തിലും കുറേ സ്വർണ്ണമിട്ടാൽ മാത്രമേ പെണ്ണിന് ഭംഗി കാണൂ എന്നൊന്നും ചിന്തിക്കുന്ന ആളുമല്ല ഞാൻ. ഇതൊന്നുമില്ലാതെ തന്നെ നിന്നെ സ്നേഹിക്കാനുള്ള എല്ലാ ഐശ്വര്യവും ഭംഗിയുമൊക്കെ നിനക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നെ മാത്രം മതി നിമിഷ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞത് തന്നെയേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഒന്നും വേണ്ടടോ എനിക്ക്. ഞാൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവുമില്ല. ഇനി മാറ്റം ഉണ്ടാവുകയുമില്ല. എൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു പെൺകുട്ടിയെ വേണമെന്ന ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇന്ന് കാണുന്ന പോലെ ഇതൊന്നുമായിരുന്നില്ല. തേപ്പ് പോലും കഴിയാതെ ചുവന്ന കല്ല് മാത്രമായിരുന്നു. മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിരുന്നു. കുറേ കഷ്ടപ്പെട്ട് ഹോട്ടലിൽ ജോലിക്ക് നിന്നൊക്കെയാണ് ഞാൻ പഠിത്തം തന്നെ പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡൽഹിയിലും മറ്റുമൊക്കെയായി കുറേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇവിടെ മാനേജറായി കയറിയത്. ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയാനും കുടുംബം നല്ല വഴിക്ക് എത്തിക്കാനും ഞാൻ പെട്ടപാട് ചെറുതൊന്നുമല്ല. അപ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തിയ തൻ്റെ അച്ഛൻ്റെ സ്ഥിതി എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ 2 മക്കളെ ആ മനുഷ്യൻ പഠിപ്പിച്ചു. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് പോലും നിങ്ങൾ 2 മക്കളെ ഇത്രയും നന്നായി നോക്കിയെടുത്തില്ലേ അച്ഛൻ. ചേച്ചിയുടെ കല്യാണം നടത്തി. പിന്നെ അച്ഛൻ്റെ വയ്യായ്കയും വീട്ടിലെ ബുദ്ധിമുട്ടും കാരണം ഇപ്പോൾ പഠിപ്പ് നിർത്തേണ്ടി വന്നെങ്കിലും ഡിഗ്രി പാതി വരെ തന്നെ അച്ഛൻ പഠിപ്പിച്ചില്ലേ. അത് തന്നെ വലിയ കാര്യം. എനിക്കൊന്നും വേണ്ട. താൻ ഇങ്ങോട്ട് പോര്. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. പാതി വഴിയിൽ വെച്ച് നിന്നുപോയ തൻ്റെ പഠിത്തം മുന്നോട്ട് തുടർന്ന് പഠിക്കാനും സഹായിക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള സില്ലി കാര്യത്തിന് നീ വെറുതെ ടെൻഷൻ ആവല്ലേ. എൻ്റെ മോളൊന്ന് ചിരിക്കി. എന്നിട്ട് അച്ഛനോട് പോയിട്ട് പറ എനിക്കൊന്നും വേണ്ടെന്ന്. ഇങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടി കരുതി വെച്ചത് തന്നെ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് പറ. എനിക്കിപ്പോൾ നിന്നെ വന്ന് കെട്ടിപ്പിടിച്ച് 2 ഉമ്മ തരാനാ തോന്നുന്നത്. പക്ഷേ സാരമില്ല. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ കല്യാണത്തിന്. തരാനുള്ളതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് തരാമെന്ന് കരുതി വെച്ചിരിക്കുകയാണ് ഞാൻ. ഫോണിൽ രഞ്ജിത്ത് ചിരിക്കുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ സംസാരവും ചിരിയുമൊക്കെ കേട്ടപ്പോഴാണ് നിമിഷയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. നീ പൊന്നും പൈസയും ഒന്നും കൊണ്ടുവരേണ്ട. ഞാൻ പറഞ്ഞ പോലെ വല്ല കെട്ടിപ്പിടുത്തമോ ഉമ്മയോ ഒക്കെയായി കോംപ്രമൈസ് ചെയ്ത് തന്നാൽ മതി കേട്ടോ, രഞ്ജിത്ത് വീണ്ടും പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും ആദിയുമെല്ലാം രഞ്ജിത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മുതൽ എങ്ങോ മാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. നിമിഷമല്ലേ അവളുടെ കലങ്ങിയ കണ്ണുകൾ തുടച്ചു. അവളുടെ ചുണ്ടിൽ ചിരി പടർന്നു. അങ്ങനെ വിവാഹ ദിവസമെത്തി. ബന്ധുക്കാർ കൊടുത്ത കുറച്ച് ആഭരണവും അച്ഛൻ തന്നാൽ കഴിയുന്ന വിധത്തിലുള്ളതും കൊടുത്ത് വളരെ ലളിതമായ രീതിയിൽ അവരുടെ വിവാഹം നടന്നു. രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തി അവൾ വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി. രഞ്ജിത്തിൻ്റെ അമ്മയ്ക്ക് അവളെ നല്ലപോലെ ബോധിച്ചിരുന്നു. 1-2 പ്രാവശ്യം പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവരുടെ മുറിയിൽ നിറയെ പെണ്ണുങ്ങളുടെ പടയാണ്. കുറേ പേർ പുതുപ്പെണ്ണിനെ പരിചയപ്പെടാൻ വരുന്നുണ്ട്. ചിലർ സംസാരിച്ച് ബൈ പറഞ്ഞു പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ആരോ പറഞ്ഞത് അവളുടെ ചെവിയിൽ കേട്ടത്. ഓ, പെണ്ണിന് കാര്യമായിട്ടൊന്നുമില്ലല്ലോ. തീരെ ഒന്നുമില്ലാത്ത വീട്ടിലെ പെങ്കൊച്ചാണെന്ന് തോന്നുന്നു. അവൻ ഇതിലും നല്ല വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമായിരുന്നല്ലോ. അത് കേട്ടതും നിമിഷയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെയായി. തൻ്റെ കഴുത്തിലെ സ്വർണത്തിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സൊരു നിമിഷം മറ്റെവിടേക്കോ പോയി. ഇത് തരാൻ തന്നെ തൻ്റെ അച്ഛൻ പെട്ട പാടോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു തുടങ്ങി. അത് കണ്ടപ്പോൾ അവിടെ കൂടി നിന്ന പെണ്ണുങ്ങൾ ഓരോരുത്തരായി വന്ന് ചോദിച്ചു, എന്താ, എന്തു പറ്റി, എന്തിനാ കരയുന്നത്? പുതിയ വീട്ടിലേക്ക് മാറിയതിൻ്റെ സങ്കടമാണോ? എന്നാൽ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാര്യമറിഞ്ഞ് രഞ്ജിത്തിൻ്റെ അമ്മയും വന്ന് അവളെ ആശ്വസിപ്പിച്ചു. അയ്യേ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം ഇതുപോലെ ആയിരുന്നു. 3-4 ദിവസം ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. മോള് വിഷമിക്കേണ്ട കേട്ടോ. മോൾക്ക് വീട്ടുകാരെ കാണണമെന്ന് തോന്നിയാൽ എപ്പോൾ വേണേലും പോവാം, താമസിക്കാം. അതിനൊന്നും ആരും മോളെ ഒന്നും പറയില്ല കേട്ടോ. അമ്മ കാര്യമറിയാതെ അവളെ ആശ്വസിപ്പിച്ചു. നിമിഷയുടെ മനസ്സിൽ അപ്പോഴും ആ കേട്ട വാക്കുകൾ ഒരു കരടായി കിടന്നു. അന്ന് രാത്രി എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം രഞ്ജിത്ത് മുറിയിലേക്ക് വന്നു. ഇനി പറ നിമിഷ, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടമായോ? കുറച്ചു മുന്നേ ഞാനിവിടെ വന്നു നോക്കിയിരുന്നു. അമ്മയുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാവരും നിന്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഇത്ര കാര്യമായിട്ടുള്ള സംസാരം? നിന്നെ ഇന്ന് തന്നെ കുടുംബശ്രീയിലെടുത്തോ?
രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവളും അറിയാതെ ചിരിച്ചുപോയി. ഏയ്, അവരോരോ നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നിമിഷ പറഞ്ഞു. അധികം അടുപ്പിക്കേണ്ട കേട്ടോ, പരദൂഷണമാണ് ഇവരുടെ മെയിൻ ജോലി. രഞ്ജിത്ത് പറഞ്ഞു. അതിന് ഞാൻ അധികമൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ അവർ അങ്ങനെ അടുപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയൊന്നുമല്ല കേട്ടോ. അവരേട്ടനെ പറ്റി പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് തോന്നി, നിമിഷ പറഞ്ഞു. രഞ്ജിത്ത് അപ്പോൾ അവളെ ഒന്ന് നോക്കി. എന്താ അവർ പറഞ്ഞത്? അവൻ ചോദിച്ചു. അത് അജിത്തിനെ പോലെയല്ല, ഏട്ടൻ അധിക ദിവസവും പണിക്ക് പോകാറില്ല. കറങ്ങി നടക്കലാണ് പണി. ഇനി മോള് വേണം അവനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞതാലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. ഏട്ടൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അധികവും എന്നെ കാണാൻ വരാറുണ്ടായിരുന്നല്ലോ. ശരിക്കും പണിക്ക് പോകാറില്ല അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, പരദൂഷണമാണ് ഇവരുടെ മെയിൻ ജോലിയെന്ന്. രഞ്ജിത്തിൻ്റെ മുഖഭാവം അപ്പോൾ ചെറിയൊരു വിഷമത്തിലേക്ക് മാറുന്നത് നിമിഷ ശ്രദ്ധിച്ചു. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഒരു തമാശയ്ക്ക്. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരെന്തേലും പറഞ്ഞോട്ടെ, അതെനിക്കൊരു വിഷയമല്ല. രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. നിമിഷ അവൻ്റെ മുഖത്തേക്ക് സൗമ്യമായി നോക്കി നിന്നു. രഞ്ജിത്ത് അപ്പോൾ അവളുടെ 2 കൈകളിലും അവൻ്റെ കൈ ചേർത്തു പിടിച്ചു. എന്നിട്ട് മെല്ലെ അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇന്നുവരെ ഒരാണിൻ്റെ സാമീപ്യം അനുഭവിക്കാത്ത നിമിഷയ്ക്ക് രഞ്ജിത്ത് അങ്ങനെ ചെയ്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ നിറഞ്ഞ ചിരിയാലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവനപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും നെറ്റിയിൽ അണിയിച്ച കുങ്കുമത്തിലേക്കും മാറി മാറി നോക്കി. ഒരുപാടിഷ്ടമാടോ എനിക്ക് തന്നെ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. സ്വപ്നത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ വരച്ചിട്ട രൂപം പോലെ തന്നെ തോന്നി. സ്നേഹത്തോടെ, സൗമ്യതയോടെ, വാത്സല്യത്തോടെ അവനത് പറഞ്ഞപ്പോൾ നിമിഷയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവനപ്പോൾ അവൻ്റെ ഒരു കൈകൊണ്ട് അവളുടെ കവിളിലൊന്ന് മെല്ലെ നുള്ളി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. ഇനി മുതൽ നമ്മൾ 2 ആളല്ല, ഒന്നാണ്. എന്നും തൻ്റെ ഒപ്പം ഞാനുണ്ടാകും. എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കാൻ പുതിയൊരു കൂട്ടായി എന്ന് കരുതിയാൽ മതി. സങ്കടങ്ങളൊന്നുമില്ലാതിരിക്കട്ടെ, എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് എന്നും ഞാനുണ്ടാകും. നീ, ഞാനെന്ന ആളിൻ്റെ എല്ലാമായ ദിവസമാണിന്ന്. അത് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് അവളുടെ കവിളിൽ മെല്ലെ ഉമ്മ വെച്ചു. രഞ്ജിത്തിൻ്റെ വാക്കുകൾ കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നിമിഷ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആദ്യ രാത്രിയിൽ ഒരാണിന് തൻ്റെ പെണ്ണിന് കൊടുക്കാവുന്ന ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു അത്. പിന്നീടുള്ള ഓരോ നിമിഷവും സ്നേഹം കൊണ്ടും തലോടൽ കൊണ്ടും അവൻ അവളെന്ന പെണ്ണിനെ തൻ്റെ സ്വന്തമാക്കി മാറ്റുകയായിരുന്നു. അല്പസമയത്തിനകം അവർ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി മാറി. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷ നിമിഷങ്ങളായിരുന്നു. പിറ്റേന്ന് പകൽ നിമിഷ നല്ല സന്തോഷത്തിലായിരുന്നു. രഞ്ജിത്തും നിമിഷയും അമ്മയും എല്ലാം ചേർന്ന് കുറേ തമാശകളും കളിയും ചിരിയുമെല്ലാമായി അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ചായയുമായി വന്ന നിമിഷയെ അരയിലൂടെ കൈയിട്ട് പുതപ്പിനുള്ളിലേക്ക് പിടിച്ചു മൂടിക്കൊണ്ട് രഞ്ജിത്ത് ചോദിച്ചു. എങ്ങനെയുണ്ട് അടുക്കളയിലെ അമ്മയോടൊപ്പമുള്ള സഹവാസം? ആ, അമ്മയ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അധികം ജോലിയൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് സമ്മതിച്ചില്ല. കുറേ സംസാരിച്ചു. ഏട്ടനും അനിയനും ജോലിക്ക് പോയാൽ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്. ഇനി എന്തേലും മിണ്ടാനും പറയാനും ഒരാളായല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാവം, അവൾ പറഞ്ഞു. ഓ, അപ്പം നിങ്ങൾ വലിയ കമ്പനിക്കാരായല്ലേ? രഞ്ജിത്ത് അത് പറഞ്ഞുകൊണ്ട് അവളുടെ ചുരിദാറിനുള്ളിലേക്ക് തലയിട്ടു. ഒരു നിമിഷത്തെ മനോഹരമായ അനുഭൂതിയിൽ അങ്ങനെ കിടന്നു കൊടുത്തെങ്കിലും പെട്ടെന്ന് അവൾ അവൻ്റെ മുഖം പിടിച്ചു മാറ്റി. രാവിലെ തന്നെ ഇതെന്താ ഇത്? ഇതിനൊക്കെ ഒരു നേരവും കാലവുമില്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവൾ പറഞ്ഞു. ഏയ്, അങ്ങനെ പോവല്ലേ, ഒരു 5 മിനിറ്റ്, ഞാനൊന്ന്. രഞ്ജിത്ത് അവളുടെ നെഞ്ചിൽ ചെറുതായൊന്ന് കടിച്ചു. അയ്യോ ദേ അമ്മ, അവൾ അത് പറഞ്ഞുകൊണ്ട് പുതപ്പിനുള്ളിൽ നിന്ന് പെട്ടെന്ന് എണീറ്റു. എവിടെ? രഞ്ജിത്ത് ചുറ്റിലും നോക്കി. നിമിഷ അപ്പോൾ അവനെ നോക്കി നിന്ന് ചിരിച്ചു. പറ്റിച്ചതാണല്ലേ, ഞാൻ നിന്നെ രാത്രി എടുത്തോളാം. അവൻ അവളെ നോക്കി മീശ പിരിച്ചു. അവനൊരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇളം ചിരിയാലെ അവൻ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു. അങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് രഞ്ജിത്തിൻ്റെ അനിയൻ അജിത്ത് അവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അമ്മയ്ക്കും രഞ്ജിത്തിനു മുൻപാകെ അവതരിപ്പിച്ചത്.
രണ്ടുപേരും ടൗണിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ആ പരിചയമാണ് അവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത്. സാമ്പത്തികമായി അല്പം ഉയർന്ന വീട്ടിലെ കുട്ടിയാണ് അജിത്ത് ഇഷ്ടപ്പെടുന്ന ഗോപിക. ഗോപികയുടെ വീട്ടിൽ ഇവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് അജിത്ത് വീട്ടിൽ കാര്യം അവതരിപ്പിക്കുന്നത്. സാമ്പത്തികമായി ഉയർന്ന ഫാമിലി ആയതുകൊണ്ട് തന്നെ ഗോപികയുടെ വീട്ടുകാർക്ക് അജിത്തിന്റെ വീട്ടുകാരുമായി ഒരു വിവാഹ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഗോപിക ആ ബന്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാത്തത് കാരണം ഒരുപാട് വഴക്കുകൾക്കും വിഷമങ്ങൾക്കും ഒടുവിൽ വീട്ടുകാർ അവരുടെ ബന്ധത്തിന് സമ്മതം മൂളുകയായിരുന്നു. അജിത്ത് വീട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ രഞ്ജിത്തിനും അമ്മയ്ക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. ആ ഇടയ്ക്ക് അമ്മ ഗോപികയെ ഫോൺ ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് പതിവായി തുടങ്ങി. സാമ്പത്തികമായി ഗോപികയുടെ ഫാമിലി വളരെ ഉയർന്നതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ പിന്നെ അവൾ പറയുന്നതായി ശാരദാമ്മയുടെ ലോകം. അതിനോടൊപ്പം തന്നെ മൂത്ത മരുമകൾ നിമിഷയോട് അമ്മയ്ക്ക് ചെറിയൊരകൽച്ചയും വന്നു തുടങ്ങി. നിമിഷ പലപ്പോഴും അമ്മയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പതിവില്ലാത്ത മാറ്റം എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി. ഇതിനിടയ്ക്കാണ് അമ്മ പുറത്തു പോകേണ്ട ഒരാവശ്യമുണ്ടെന്ന് പെട്ടെന്നൊരു ദിവസം പറഞ്ഞ് പുറത്തേക്ക് പോയത്. പോയി വന്ന സമയത്ത് മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കണ്ടപ്പോൾ അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ നിമിഷ ശാരദാമ്മയോട് ചോദിച്ചു. എന്താ അമ്മേ, ഇന്ന് പതിവില്ലാത്ത രീതിയിൽ വളരെ സന്തോഷത്തിലാണല്ലോ പുറത്തുപോയി വരുന്നത്, എന്തു പറ്റി? അപ്പോഴാണ് ശാരദാമ്മയുടെ കയ്യിൽ ഒരു സ്വർണ്ണവള കിടക്കുന്നത് നിമിഷ കണ്ടത്. അത് കണ്ടപ്പോൾ നിമിഷയൊന്ന് നോക്കി. അമ്മേ, ഇതേതാ അമ്മയുടെ കയ്യിൽ പുതിയൊരു വള? നല്ല രസമുണ്ടല്ലോ കാണാൻ. സന്തോഷത്തോടെയാണ് നിമിഷ അത് ചോദിച്ചതെങ്കിലും ശാരദാമ്മ നിമിഷയെ അടിമുടി ഒന്ന് പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? എന്നാലും ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഭാവി മരുമകൾ സമ്മാനമായി തന്നതാണ് ഈ വള. അത് പറയുമ്പോൾ ശാരദാമ്മയുടെ മുഖത്ത് ഗൗരവവും അഹങ്കാരവും തന്നോടുള്ള പുച്ഛവുമൊക്കെ മാറി മറിയുന്നത് പോലെ നിമിഷയ്ക്ക് തോന്നി. ശാരദാമ്മ തുടർന്നു, നീയും എൻ്റെ മരുമകളായിട്ട് കയറി വന്നതല്ലേ ഈ വീട്ടിലേക്ക്? എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സമ്മാനമായിട്ട് തരാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടോ, നല്ല മരുമകളായാൽ ഇങ്ങനെ വേണം. അവള് വലിയ വീട്ടിലെ കുട്ടിയാണ്, അല്ലാതെ നിന്നെപ്പോലെ കാൽ കാശിന് വകയില്ലാത്ത വീട്ടിലെ പെണ്ണല്ല. ശാരദാമ്മയുടെ പതിവില്ലാത്ത പെരുമാറ്റം ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിപോലെ നിമിഷയെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. അവൾ മറുപടി ഒന്നും പറയാൻ നിന്നില്ല. കരഞ്ഞുകൊണ്ട് ഓടി തൻ്റെ മുറിയിലെത്തി കതകടച്ചു. കരഞ്ഞുകൊണ്ട് തന്നെ കട്ടിലിലേക്ക് കിടന്നു. ശാരദാമ്മയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റം അവളുടെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു. നിമിഷ സങ്കടത്തോടെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഓർത്തു, എൻ്റെ വീട്ടിലെ സാഹചര്യമെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അമ്മ ഈ ബന്ധവുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. പിന്നെന്താണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്? അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എന്താണ് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൾ മനസ്സിലോർത്തു. അന്ന് വൈകുന്നേരം രഞ്ജിത്ത് വീട്ടിൽ വന്ന് കയറി നേരെ റൂമിലേക്ക് വന്നു. നിമിഷയെ കണ്ടപ്പോൾ തന്നെ അവൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അവളുടെ മുഖം ആകെ വാടിയിരിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി നിമിഷ, നിനക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? രഞ്ജിത്ത് അവളോട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ വിഷമം പുറത്ത് കാണിക്കാതെ മറുപടി പറഞ്ഞു. അല്ല, എന്തോ ഉണ്ട്. നീ എൻ്റെ അടുത്തു നിന്നും ഒന്നും മറച്ചു വെക്കേണ്ട. നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. എന്താണെന്ന് പറയ്, എന്താ കാര്യം? അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതും നോക്കി ഉമ്മറത്തുണ്ടാകുന്ന ആളാ. എത്താനായോ എന്ന് ഫോണിൽ എത്ര പ്രാവശ്യം വിളിച്ചു നോക്കും. ഇന്ന് അതൊന്നും കാണാത്തത് കൊണ്ടാ ഞാൻ നേരെ മുറിയിലേക്ക് കയറിപ്പോന്നത്. എന്തെങ്കിലും പനിയോ മറ്റോ ഉണ്ടോ മോളെ? രഞ്ജിത്ത് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. ഒന്നുമില്ലേട്ടാ. അമ്മ ചെറുതായൊന്ന് വഴക്ക് പറഞ്ഞു. മടിച്ചാണെങ്കിലും അവൾ അവനോട് പതിയെ മറുപടി പറഞ്ഞു. എന്തിന്? എന്താ കാര്യം? എന്താണുണ്ടായത്? നീ കാര്യം പറയേ, അവൻ ചോദിച്ചു. അവൾ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിമിഷ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ രഞ്ജിത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. നീ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് അമ്മ ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ ഈ ബന്ധത്തിന് തയ്യാറായത്. പിന്നെ നിന്നെ ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ അതിനു മാത്രം വലിയ കോടീശ്വരനൊന്നുമല്ലല്ലോ. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ വിഷമിക്കേണ്ട, ഞാൻ അമ്മയോട് ചോദിക്കാം. രഞ്ജിത്ത് അമ്മയുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ നിമിഷ അവനെ തടഞ്ഞു. വേണ്ട രഞ്ജിത്തേട്ടാ, എൻ്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ വെറുതെ ഒരു വഴക്കുണ്ടാവരുത്. അമ്മ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ഒന്നും പറയണ്ട.
എന്നെ ഓർത്ത് എൻ്റെ ഏട്ടനൊന്നും ചോദിക്കരുത്. ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് അമ്മ അറിയുകയും വേണ്ട. നിമിഷ അവൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. രഞ്ജിത്തിന് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. നിമിഷ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാരമില്ല. അതമ്മ അറിവില്ലാതെ എന്തോ പറഞ്ഞതാണെന്ന് കരുതി നീ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്ക് കേട്ടോ. രഞ്ജിത്ത് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മറന്നു ഏട്ടാ. കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ തോന്നി. വിഷമമായി പോയി. ഇപ്പോൾ കുഴപ്പമില്ല. എൻ്റെ അമ്മ തന്നെയല്ലേ? അവൾ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അവളോട് മറുത്തൊന്നും പറയാതെ അത് വിട്ട് കളഞ്ഞെങ്കിലും രഞ്ജിത്ത് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും തോറും കൂടെയുള്ള അവളുടെ വിഷമവും ക്ഷീണവും ശരീരത്തിലെ മാറ്റവും വളരെ വൈകിട്ടും വീട്ടുജോലിയൊക്കെ ചെയ്യുന്നതും കണ്ട് മനസ്സിലാക്കി രഞ്ജിത്ത് ഒരു ദിവസം രാത്രി അവളോട് ചോദിച്ചു. അമ്മ ഈയിടെ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? നീ പറഞ്ഞിട്ടാണ് അമ്മയോട് ഞാൻ ഒന്നും ചോദിക്കാത്തത്. ചോദിച്ചാൽ പിന്നെ നിനക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി. പക്ഷേ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞാനിനി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് കോലമാ മോളെ ഇത്? കുറച്ച് ദിവസമായി ഞാനിത് നന്നായി ശ്രദ്ധിക്കുന്നു. നീയായിട്ട് എന്നോട് പറയുമെന്ന് കരുതിയാണ് ഞാനൊന്നും ചോദിക്കാതിരുന്നത്. ഇങ്ങനെയിട്ട് അടിമപ്പണി ചെയ്യിക്കാനും ഉപദ്രവിക്കാനുമല്ല ഞാൻ നിന്നെ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ വാ, അമ്മയോട് എനിക്ക് 2 വർത്തമാനം ചോദിക്കണം. രഞ്ജിത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു. വേണ്ട രഞ്ജിത്തേട്ടാ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ചോദിക്കേണ്ടെന്ന്. പിന്നെ ഞാനൊരു കുടുംബം കലക്കിയായി പോകും. എനിക്ക് പേടിയായേട്ടാ. ഒന്നും ചോദിക്കല്ലേ. എനിക്ക് ഏട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. മറ്റൊരാഗ്രഹവും എനിക്കില്ല. എൻ്റെ ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചോളാം. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. പക്ഷേ നിമിഷ രഞ്ജിത്തിനെ ഒരു വഴക്കിനും പോവേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പിടിച്ചു നിർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ രഞ്ജിത്ത് അങ്ങനെ നിന്നു. നിമിഷയുടെ നിർബന്ധം കാരണം അമ്മയുമായി വഴക്കുണ്ടാക്കാനും അവന് പറ്റിയില്ല. എങ്ങനെയോ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ടു പോയി. എന്നാൽ അപ്പോഴും നിമിഷയോടുള്ള അമ്മയുടെ പെരുമാറ്റവും ആ വീട്ടിലെ സാഹചര്യവും വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്ന് അവൾക്ക് കടുത്ത വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾ പലപ്പോഴും തനിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടോർക്കും. ഞാൻ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ആർക്കും വേണ്ടാത്തവളെപ്പോലെ അമ്മ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഏട്ടനെ ഓർത്ത് മാത്രമാണ് ഞാനിതൊക്കെ സഹിക്കുന്നത്. ഞാൻ വന്നു കയറിയ പെണ്ണ. ഞാൻ കാരണം വീട്ടിലൊരു വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് കരുതി സഹിക്കുകയാണ്. ഇനിയിപ്പോൾ അജിത്തിൻ്റെ വിവാഹത്തിന് കുറച്ച് നാളുകളേയുള്ളൂ. വന്നു കയറുന്നത് വലിയ വീട്ടിലെ കുട്ടിയാണ്. അവളുമായി അടുത്തതിന് ശേഷമാണ് അമ്മ എന്നോട് അകലാൻ തുടങ്ങിയതും ഇത്ര മോശമായിട്ട് എന്നോട് പെരുമാറാൻ തുടങ്ങിയതും. ഒന്നും വേണ്ട, എല്ലാം ഇട്ടെറിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോയാലോ എന്നവൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ വീട്ടിലെ സാഹചര്യം ഇപ്പോൾ പഴയതിനേക്കാൾ പരിതാപകരമാണെന്ന് അമ്മയെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അറിയാതെ പറയുന്നത് താൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഒട്ടും വയ്യ. കല്യാണത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി അച്ഛൻ വളരെ പാടുപെടുന്നുണ്ട്. ഇപ്പോൾ താൻ അങ്ങോട്ട് കയറി ചെന്നാൽ അവർക്ക് താൻ വലിയൊരു ബാധ്യതയാകുമെന്ന് ഉറപ്പാണ്. ഈശ്വരാ, ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ. നിമിഷ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഈ ചിന്തകളും ഒപ്പം അമ്മയുടെ ദേഷ്യവും വഴക്കും അതുകൊണ്ടുണ്ടാകുന്ന ഉറക്കമില്ലായ്മയും സങ്കടങ്ങളും എല്ലാം കൂടെ പതിയെ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു. മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവളുടെ സ്വഭാവത്തിൽ കണ്ടു തുടങ്ങി. അവളുടെ ഈ അവസ്ഥ രഞ്ജിത്തിനെയും വിഷമത്തിലാക്കി. തൻ്റെ പെണ്ണിനെ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയായപ്പോൾ രഞ്ജിത്ത് അവളെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അവളുടെ മനസ്സിന് വിഷമമില്ലാതെ നോക്കണമെന്നും ചികിത്സയും കൗൺസിലിങ്ങും വേണമെന്നും അവനോട് പറഞ്ഞു. ഇനിയും തൻ്റെ വീട്ടിൽ താമസിച്ചാൽ എന്നേക്കുമായി നിമിഷയെ തനിക്ക് നഷ്ടമായേക്കുമെന്ന് അവന് മനസ്സിലായി. മറ്റൊന്നും ആലോചിക്കാതെ ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവൻ ഒരു ചെറിയ വാടക വീട് സെറ്റാക്കി അവളെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു നിമിഷ അപ്പോൾ. പുതിയ വീട്ടിലേക്ക് അവളെയും കൈപിടിച്ച് കയറുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വിഷമമുണ്ടായിരുന്നു രഞ്ജിത്തിന്. കാരണം സ്വത്തോ പൊന്നോ പണമോ ഒന്നും ആഗ്രഹിച്ചല്ല രഞ്ജിത്ത് അവളെ വിവാഹം കഴിച്ചത്. ആരും കാണാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞാഗ്രഹമുണ്ടായിരുന്നു പണ്ടുകാലം മുതലേ അവൻ്റെ ഉള്ളിൽ. സാധാരണ വീട്ടിലെ സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം. പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ ത്രാസിൽ തൂക്കി നോക്കാതെ അവളെ നെഞ്ചോരം ചേർത്ത് സ്നേഹിക്കണം. അവൾ തനിക്ക് തൻ്റെ പാതി എന്നതിലുപരി തൻ്റെ പ്രാണനാവണം. ഒരിക്കലും ആ പെൺകുട്ടിയുടെ കണ്ണ് നനയാതെ നോക്കണം.
ഞാനെന്ന വ്യക്തിയുടെ ജീവൻ നിലയ്ക്കുന്ന നാൾ വരെ തൻ്റെ പെണ്ണിൻ്റെ കണ്ണു നനയാൻ പാടില്ല. അവൾ തൻ്റെ വീടിൻ്റെ വിളക്കാവണം. തൻ്റെ അമ്മയ്ക്ക് ഒരു നല്ല മോളാകണം. രഞ്ജിത്ത് പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ അവന് ചേർന്ന ഒരു പെൺകുട്ടിയായിരുന്നു നിമിഷ. തൻ്റെ അമ്മയ്ക്ക് ഒരു മോളായിരുന്നു. തനിക്കൊരു നല്ല ഭാര്യയായിരുന്നു. എങ്കിലും അമ്മക്ക് അവളെ ആ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. പുതിയൊരാൾ വന്നപ്പോൾ അമ്മ തൻ്റെ ഭാര്യയെ പാടെ തള്ളിക്കളഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ രഞ്ജിത്തിന് അവൻ്റെ സങ്കടത്തെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. കാരണം താൻ താലി കെട്ടിയതുകൊണ്ട് മാത്രം ഡിപ്രഷൻ്റെ ഈ അവസ്ഥയിലെത്തിയ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ കണ്ണുകൾ രണ്ടും നിറയുന്നുണ്ടായിരുന്നു. അവളുടെ അരയിലൂടെ കൈയിട്ട് മുറുക്കിക്കൊണ്ട് രഞ്ജിത്ത് അവളെ അവനോട് ചേർത്തു. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എനിക്ക് ജീവനുള്ള നാൾ വരെ ഞാനുണ്ടാകും നിനക്ക്. പുതിയ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് അവൻ അത് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിമിഷ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവളുടെ നെറുകിൽ ചുണ്ടുകൾ അമർത്തി. രഞ്ജിത്ത് രണ്ട് കൈകൊണ്ടും അവളെ ഇറുക്കി പുണർന്നു. കരഞ്ഞുകൊണ്ട് മൂർത്താവിലും മുഖത്തും മാറി മാറി ഉമ്മ വെച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നു. മറ്റുള്ളവരുടെ അവഗണനയും ഒറ്റപ്പെടുത്തലുമെല്ലാം മറക്കാൻ രഞ്ജിത്ത് എന്ന ഭർത്താവിൻ്റെ രണ്ട് കൈകളും സ്നേഹവും മാത്രം മതിയായിരുന്നു അവൾക്ക്. ആ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ പോലും രഞ്ജിത്ത് എന്ന ആണിൻ്റെ സ്നേഹം അവൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ പുറത്തുകൂടെ കൈയിട്ട് അവൻ്റെ ഷർട്ടിൽ രണ്ട് കൈകൊണ്ടും അമർത്തി പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ അവളുടെ മുടിയിൽ തലോടി. കഴിയാവുന്നത്രയും തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ചൂട് പകർന്നുകൊണ്ട് അവൾക്ക് ആശ്വാസം നൽകി. ദിവസങ്ങൾ മുന്നോട്ടു പോയി. രഞ്ജിത്തിൻ്റെ സ്നേഹവും സാമീപ്യവും അത്രയ്ക്ക് വലുതായിരുന്നു അവൾക്ക്. പുതിയ വീട്ടിൽ രഞ്ജിത്തിനൊപ്പമുള്ള സ്നേഹാർദ്രമായ നിമിഷങ്ങൾ അവളുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. പതിയെ പതിയെ അവളുടെ മാനസിക സംഘർഷങ്ങൾ മാറിത്തുടങ്ങി. അതിനിടയ്ക്ക് വീട്ടിൽ അനിയൻ അജിത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ആ ചടങ്ങുകളിൽ ഒന്നും പങ്കെടുക്കാൻ നിമിഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നിമിഷയും രഞ്ജിത്തും വാടക വീട്ടിലാണെങ്കിലും സന്തോഷവും സുഖവും എന്താണെന്ന് അവർ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിമിഷയുടെ ഫോണിലേക്ക് ഒരു ദിവസം രഞ്ജിത്തിൻ്റെ അമ്മയുടെ കോൾ വരുന്നത്. ഒരു സംശയത്തോടെ അവൾ ഫോൺ എടുത്തു. അമ്മ വയ്യാതെ കിടക്കുകയാണ് വീട്ടിൽ. മോൾ ഇവിടെ വരെ ഒന്ന് വരണം, എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞ് അമ്മ ഫോൺ വയ്ക്കുകയും ചെയ്തു. അമ്മയുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേടുള്ളതുപോലെ നിമിഷയ്ക്ക് തോന്നി. അവൾ രഞ്ജിത്തിനോട് അമ്മ പറഞ്ഞ കാര്യം അവതരിപ്പിച്ചു. അമ്മ അവളോട് ചെയ്ത ദ്രോഹങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നിമിഷ പറഞ്ഞപ്പോൾ രഞ്ജിത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയെ ഒന്ന് പോയി കാണാമെന്ന് നിമിഷ പറഞ്ഞപ്പോൾ രഞ്ജിത്ത് സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് അവർ രണ്ടുപേരും വീട്ടിൽ ചെന്നു. വീടിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നിമിഷ അപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി. അമ്മ അകത്ത് കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നിമിഷയെ കണ്ടപ്പോഴേക്കും അമ്മ എണീറ്റ് പതിയെ നടന്നു. നടക്കുമ്പോൾ അമ്മയുടെ കാല് മുടന്തുന്നുണ്ടായിരുന്നു. എന്തു പറ്റി അമ്മേ കാലിന്? നിമിഷ അമ്മയുടെ കാലിലേക്ക് നോക്കി. അമ്മയുടെ കാലുകളിൽ അവിടവിടായി വ്രണങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കാരണം അമ്മയ്ക്ക് നടക്കാൻ വയ്യ. എങ്കിലും അവർ ഒരുവിധം നിമിഷയുടെ അരികിലേക്ക് വന്നു. നിമിഷയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അമ്മയുടെ കണ്ണടകൾക്കിടയിലൂടെ കണ്ണുനീറിറ്റു വീഴുന്നത് അവർക്ക് രണ്ടുപേർക്കും കാണാമായിരുന്നു. അമ്മ വേഗത്തിൽ നിമിഷയ്ക്ക് അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. പൊറുക്കാനാവാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത്. അതിനുള്ളത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ കരഞ്ഞു പറയുമ്പോൾ നിമിഷ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്കിത് എന്തു പറ്റി? ഗോപിക എവിടെ പോയി അമ്മേ? ഇവിടെ ഇല്ലേ? അത് ചോദിക്കുമ്പോൾ നിമിഷയുടെ മനസ്സിൽ ആശങ്കകൾ നിറയുന്നുണ്ടായിരുന്നു. ഇല്ല മോളെ, അവൾ അധിക ദിവസവും അവളുടെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ അധികം നിൽക്കാറില്ല. ഈ വീടിന് അവളുടെ വീടിൻ്റെ അത്ര സൗകര്യമില്ല. പഴയ വീടാണെന്നൊക്കെ പറഞ്ഞ് എന്നും വഴക്കായിരുന്നു ഇവിടെ. ഇതിനിടയിലായിരുന്നു എനിക്ക് അസുഖമായത്. എന്നെ കൂടി നോക്കേണ്ട ബാധ്യത അവൾക്കാവുമെന്ന് കരുതി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അജിത്ത്, അവനും ഇപ്പോൾ പഴയ ആളൊന്നുമല്ല. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവനൊന്നുമില്ല. ഇപ്പോൾ 5 ദിവസമായി അവനും ഇവിടേക്ക് വന്നിട്ട്. എന്നെ ഒന്ന് വിളിച്ചു നോക്കാറുപോലുമില്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നിമിഷയുടെ മനസ്സ് പിടയുന്നുണ്ടായിരുന്നു. അവൾ അമ്മയുടെ കാലിലേക്ക് തന്നെ നോക്കി. എനിക്കുമുണ്ടല്ലോ ഒരമ്മ. ആ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? ഇതെൻ്റെയും അമ്മ തന്നെയാണല്ലോ, അവൾ മനസ്സിലോർത്തു. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കയായിരുന്നു അവൾ. സാരമില്ലമ്മേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാമല്ലോ. എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. ഞാൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന്? ആ പറഞ്ഞതിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. വേറൊന്നും പറയാതെ അമ്മ ഞങ്ങളുടെ കൂടെ വരണം. നിമിഷ അത് പറയുമ്പോൾ രഞ്ജിത്ത് അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കുകയായിരുന്നു. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ വരുന്നില്ല മോളെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നിങ്ങളെ ഒന്ന് കാണാൻ കൊതിയായപ്പോൾ വിളിച്ചതാണ്. മോൾ അമ്മയെ ശപിക്കരുത്. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് നിമിഷയോട് പറഞ്ഞു. ഞാൻ ശപിക്കാനോ? അമ്മ ഒന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. കുപ്പായങ്ങളെല്ലാം എടുത്തു വെച്ചേ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ചെറുതാണെങ്കിലും വാടകയ്ക്കൊരു വീട് ഞങ്ങൾക്ക് അവിടെയുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. നിമിഷ പരിഭവമൊന്നും കൂടാതെ അമ്മയോട് പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ രഞ്ജിത്തിന് അവൾ എന്ന പെണ്ണ് ഒരത്ഭുതമാവുകയായിരുന്നു. ഇത്രമേൽ ദുരിതം അനുഭവിച്ചിട്ടും ഈ അമ്മ കാരണം മാനസിക രോഗി വരെ ആയി തീർന്നിട്ടും ഒരു ദേഷ്യവും കൂടാതെ തിരിച്ചു പെരുമാറാൻ കഴിയുന്നെങ്കിൽ അവളെന്ന പെണ്ണ് ശരിക്കും തൻ്റെ എത്ര വലിയ ഭാഗ്യമാണെന്ന് രഞ്ജിത്ത് മനസ്സിലാക്കുകയായിരുന്നു. അവൻ അപ്പോൾ അമ്മയെ നോക്കി. അമ്മേ, അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ സ്ത്രീധനവും സ്വത്തും ഒന്നുമല്ല വേണ്ടത്, സ്നേഹമാണ് എന്ന്? അമ്മ ഇവളോട് എന്തൊക്കെ മോശമായി പെരുമാറി. സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ എന്തുമാത്രം അവഗണിച്ചു, ദ്രോഹിച്ചു. അമ്മ കാരണം ഇവൾ എത്ര വട്ടം ആശുപത്രിയിൽ കയറിയിറങ്ങിയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഞാനിതൊന്നും അന്ന് പറയാതിരുന്നത് എൻ്റെ നിമിഷ ഇവൾ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് അമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നെങ്കിലും അമ്മ അത് മനസ്സിലാക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു, രഞ്ജിത്ത് പറഞ്ഞു. ശാരദാമ്മ അപ്പോൾ കരയുകയല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല. രഞ്ജിത്ത് അപ്പോൾ അമ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് നിമിഷയെ അവനോട് നന്നായി ഒന്ന് ചേർത്തു പിടിച്ചു. ശേഷം അമ്മയോട് വീണ്ടും പറഞ്ഞു. അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ദേ ഇവളുണ്ടല്ലോ, എൻ്റെ സ്വർഗമാ, എൻ്റെ പുണ്യം. അമ്മ ഈ വീട്ടിലിട്ട് ഇവളെ ഒരുപാട് അവഗണിച്ചിട്ടും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടും അമ്മ വിളിച്ചപ്പോൾ ഇവൾ എന്നെയും കൂട്ടി ഓടി വന്നു. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇവളെ ഞാൻ മനസ്സിലാക്കിയതാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ ആരോട് വേണമെങ്കിലും പറയും. ഇതുപോലൊരു പെണ്ണിനെ കിട്ടാൻ മാത്രം എന്തു പുണ്യമാണ് ഞാൻ ചെയ്തതെന്നാ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. ഇതുവരെ അമ്മയെക്കുറിച്ചൊരു മോശം വാക്ക് ഇവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അമ്മ ഞങ്ങളെ കൂടെ വരുന്നതൊക്കെ കൊള്ളാം. അമ്മയെ ഞാൻ നന്നായി നോക്കുകയും ചെയ്യാം. അതിനെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരിക്കൽ പോലും അതെൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നനച്ചുകൊണ്ടാവരുത്. ഇനി എന്നെങ്കിലും അമ്മ കാരണം ഇവളുടെ കണ്ണ് നിറഞ്ഞാൽ പണ്ടത്തെ പോലെ ഞാൻ കണ്ടു നിന്നെന്നോ കേട്ടു നിന്നെന്നോ വരില്ല. കാരണം ഇവളിപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന പെണ്ണും കൂടിയാ. പണ്ടുള്ളതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ ഇവളെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന സമയമാണിത്. അതുകൊണ്ട് അമ്മ കാരണം ഒരിക്കലും ഇവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാം. രഞ്ജിത്ത് അവനോട് ചേർത്ത് നിർത്തി അത് പറയുമ്പോൾ നിമിഷ എന്ന പെണ്ണിന് തൻ്റെ ഭർത്താവിൽ നിന്നും അതിലും വലിയൊരു സന്തോഷം ഇനി ജീവിതത്തിൽ കിട്ടാനില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയതാ മോനെ. ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് നീ പൊറുക്കണം. ഗോപികയുടെ പഞ്ചാര വർത്താനം കണ്ടപ്പോൾ ഞാൻ അതിൽ മയങ്ങിപ്പോയി. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ മോളെ ഇനി ഒരിക്കലും വിഷമിപ്പിക്കില്ല. ശാരദാമ്മ രഞ്ജിത്തിന് മുന്നിൽ കൈകൂപ്പി പറഞ്ഞു. പിന്നെ മോൾക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയ്ക്ക് സന്തോഷമായി. ഇടയ്ക്ക് തെറ്റുപറ്റിപ്പോയെങ്കിലും എൻ്റെ മോളോട് അവഗണന കാണിച്ചെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട്. 2 പേർക്കും നല്ലതേ വരൂ. ശാരദാമ്മ അവരുടെ 2 കൈയും നീട്ടി രഞ്ജിത്തിൻ്റെയും നിമിഷയുടെയും തലയിൽ തൊട്ടു. നിമിഷ അപ്പോൾ അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചു. എന്നിട്ട് രഞ്ജിത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. അമ്മ കാണിച്ച അവഗണനക്കും കുറ്റപ്പെടുത്തലിനും ഒക്കെ അപ്പുറം രഞ്ജിത്ത് എന്ന ഭർത്താവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു. അതെ, ഏതൊരു പെണ്ണിനും അതാണ് വേണ്ടത്.
ഒറ്റപ്പെടുത്താനും തളർത്താനും വിഷമിപ്പിക്കാനുമൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, കെട്ടിപ്പിടിച്ച് തലോടാൻ 2 കൈകൾ അത്രയും മതി ഏതൊരു പെൺകുട്ടിക്കും പതറാതെ മുന്നോട്ട് ജീവിക്കാൻ. പൊന്നിനും പണത്തിനും സ്ത്രീധനത്തിനുമൊക്കെ അപ്പുറത്ത് ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ജീവിതം സ്വർഗം.